ഉപാസകരെ, ബൗദ്ധപ്രവർത്തകരെ. നമ്മൾ 1947 ഇന്ത്യ സ്വതന്ത്രമായി എന്ന് സ്കൂൾ പഠനത്തിലൂടെ വിശ്വസിക്കുകയും ഇന്ത്യ റിപ്പബ്ലിക്കായി എന്ന് വിശ്വസിക്കുകയും ചെയ്യുമ്പോൾ ഈ രാജ്യത്തുള്ള എല്ലാ പൗരന്മാർക്കും സ്വന്തം മതസ്വാതന്ത്ര്യം അനുവദിക്കപ്പെട്ടിരിക്കുന്ന രാജ്യത്ത്, ഈ രാജ്യത്തെ തദ്ദേശീയ മതമായ ബുദ്ധമതം ഒഴികെയുള്ള എല്ലാ മതവിഭാഗങ്ങൾക്കും അവരുടെ മതസ്വാതന്ത്ര്യം അനുവദിക്കപ്പെടുമ്പോൾ അവരുടെ മതത്തിന്റെ അസറ്റുകൾ, പ്രോപ്പർട്ടികൾ കൈയാളുവാൻ അനുവദിക്കുമ്പോൾ, അതിന്റെ സമ്പത്ത്, അതിന്റെ അധികാരം കൈയാളുവാൻ അനുവദിക്കുമ്പോൾ ഇന്ത്യയിലെ ബൗദ്ധരുടെ മാത്രം ആരാധനാ കേന്ദ്രങ്ങൾ ബുദ്ധിസ്റ്റ് വിരുദ്ധരുടെ കയ്യിലാവുകയും അവരുടെ ആജ്ഞാനുവർത്തിയായി അല്ലെങ്കിൽ അവരുടെ അനുവാദത്തോടുകൂടി മാത്രം ബൗദ്ധാരാധന നടത്തുന്ന ഗതികേടിലേക്ക് ഇന്ത്യയിലെ ബൗദ്ധർ എത്തിച്ചേർന്നിരിക്കുകയാണ്. ഇവിടെ ബുദ്ധമതം ഒഴികെ, ജൈനമതം ഒഴികെ, പാഴ്സി, സിഖ് മതങ്ങൾ ഒഴികെ ബാക്കി എല്ലാ വൈദേശിക മതങ്ങൾക്കും അവരുടെ സ്വതന്ത്രമായ മതാരാധനാ സംവിധാനം ഉള്ളപ്പോഴും ഇവിടെ നാം മനസ്സിലാക്കേണ്ടത് ഇന്ത്യൻ ഭരണഘടന നമുക്ക് അനുവദിച്ചു തന്നിട്ടുള്ള മതസ്വാതന്ത്ര്യത്തിനെതിരെയുള്ള കടന്നുകയറ്റമായി ഇതിനെ നാം കാണേണ്ടതുണ്ട്. ഇത് കേവലം മാത്രമായ ഒരു പ്രശ്നമല്ല. കേരളത്തിലും ഇവിടെയും ഒട്ടനവധി ബൗദ്ധ വിഹാരങ്ങൾ ഇപ്പോൾ ഗവൺമെന്റ് ഇത്രമാതിരി ബുദ്ധിസവുമായി യാതൊരു ബന്ധവുമില്ലാത്ത, ബുദ്ധനെ പറ്റി യാതൊരു അറിവുമില്ലാത്ത തദ്ദേശീയ രാഷ്ട്രീയ കക്ഷികളെ കുത്തിമറച്ചുകൊണ്ട് ലോക്കൽ ഭരണസമിതികൾ ഉൾപ്പെടുത്തിക്കൊണ്ട് അവിടെയൊക്കെ വികസന പ്രവർത്തനങ്ങളെ മുരടിപ്പിക്കാനുള്ള കുതന്ത്രം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഉദാഹരണം, നമ്മൾ എല്ലാ വർഷവും നടത്താറുള്ള കരിമാടി പ്രോഗ്രാം, ആയിരക്കണക്കിന് ബൗദ്ധർ ഒത്തുകൂടുന്ന കേരളത്തിൽ ഒരു വേൾഡ് മാപ്പിൽ പെടുന്ന ഒരു സ്ഥലമായിരുന്നിട്ട് പോലും ഈവൻ പ്രാഥമിക ആവശ്യങ്ങൾ നിറവേറ്റാൻ പോലുള്ള ഒരു താൽക്കാലിക സംവിധാനങ്ങൾ പോലും ബുദ്ധിസ്റ്റുകൾക്ക് അനുവദിച്ചു തരാതെ ബൗദ്ധമതത്തെ എങ്ങനെയാണ് കാലാകാലങ്ങളിലുള്ള ജനപ്രതിനിധികൾ, ഗവൺമെന്റുകൾ പ്രതിരോധിക്കുന്നത് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടതുണ്ട്. ഇത്തരത്തിൽ മതസ്വാതന്ത്ര്യത്തിനെ ഏതെങ്കിലുമൊക്കെ മറ്റുള്ളവരുടെ എല്ലാ സ്വാതന്ത്ര്യവും അനുവദിക്കുമ്പോഴും ബൗദ്ധരുടെ മതസ്വാതന്ത്ര്യത്തെ കൃത്യമായി തല്ലി ഉടയ്ക്കുന്ന അല്ലെങ്കിൽ മതവിരുദ്ധമായ ഇത്തരം നിലപാടുകളെ ബൗദ്ധ സമൂഹം എന്ന നിലയിൽ കരുണയോടും മൈത്രിയോടും പ്രത്യയോടും കൂടി നമ്മൾ നേരിടേണ്ടതുണ്ട് എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് മഹാബോധി വിഹാരത്തിന്റെ ഈ മഹാസമരത്തിൽ ഇന്ത്യ എമ്പാടുമുള്ള എല്ലാ സ്റ്റേറ്റുകളിൽ നിന്നുള്ള, ലോകമെമ്പാടുമുള്ള ബുദ്ധിസ്റ്റുകളുടെ ഈ സമരത്തിൽ നാം അണിചേർന്നുകൊണ്ട് ഇവിടെ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് വാക്കുകൾ ഉപസംഹരിക്കുന്നു.